ഹായ്. അപ്പോൾ നാളെയാണ് IPL ഫൈനൽ. കാലത്തിൻ്റെ കാവ്യനീതി ആർക്കാണെന്നുള്ളതാണ് സംശയം. കാലത്തിൻ്റെ കാവ്യനീതി രണ്ട് പേരും അർഹിക്കുന്നുണ്ട്. പഞ്ചാബും അർഹിക്കുന്നുണ്ട്, RCB അർഹിക്കുന്നുണ്ട്. പഞ്ചാബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രീതി സിൻ്റെ 2008 IPL തുടങ്ങിയ കാലം തുടങ്ങി ഇന്ന് വരെ ആദ്യ ക്യാപ്റ്റൻ യുവരാജാണ്. അന്ന് തുടങ്ങിയ പ്രീതി സിൻ്റെ ആ ടീമിനോട് കാണിച്ച ആത്മാർത്ഥത, ഗ്രൗണ്ടിൽ അവർ കൊടുക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ, അവർ കൊടുക്കുന്ന ഒരു വൈബ്, ഒരു ഹാപ്പിനെസ്, ഇത് വേറെ ഒരു ടീമിൻ്റെ മാനേജ്മെൻറ്റുകാർ കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അവർ. കളി തോറ്റാലും ജയിച്ചാലും ആദ്യ റൗണ്ടിൽ പുറത്തു പോയപ്പോഴും എല്ലാം അവരുടെ ടീം കോളായപ്പോഴും തമ്മിൽ തലായപ്പോഴും എപ്പോഴും ആ ടീമിനൊപ്പം ഇത്രയും ഹാപ്പിയായിട്ട് നിന്ന, ഇത്രയും പോസിറ്റീവായിട്ട് നിന്ന ഒരാളെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. IPL നിന്നല്ല, ഒരു ജീവിതത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അത്രയും ആത്മാർത്ഥത അവരവിടെ കാണിച്ചിട്ടുണ്ട്. പ്രീതി സിൻ്റെ അതിനൊരു സല്യൂട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്, ഒരു കപ്പ് അർഹിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഫൈനലിൽ വന്നായിരുന്നു, പക്ഷേ അന്ന് എടുക്കാൻ പറ്റിയില്ല. അന്ന് കൊൽക്കത്ത ജയിച്ചു പോയി. ഇപ്രാവശ്യം ശ്രേയസ് അയ്യറിനെ കൂട്ടുപിടിച്ച് ശ്രേയസ് അയ്യർ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ. ശ്രേയസ് അയ്യർ മിടുക്കൻ കയറിപ്പോന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് നമ്മുടെ RCB എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലിയാണ്. കാര്യം വിരാട് കോഹ്ലി മാത്രമേ ഉള്ളൂ IPL തുടങ്ങിയ കാലം തുടങ്ങി ഇന്ന് വരെ ഒരു ടീമിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കളിക്കാരൻ പുള്ളി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് വിരാട് കോഹ്ലിൻ്റെ ഒരു റെക്കോർഡും. അതുകൊണ്ട് തന്നെ RCB എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലിയാണ്. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ഒരു IPL ട്രോഫി ഇല്ല. 2-3 വട്ടം ഫൈനലിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അന്നൊന്നും അത് കപ്പെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏകദേശം വിരമിക്കാറൊക്കെ ആയിട്ടുണ്ട് പല ഫോർമാറ്റിൽ നിന്ന്. കഴിഞ്ഞ ദിവസം ടെസ്റ്റിൽ നിന്നൊക്കെ വിരമിച്ച് നമ്മൾ കണ്ടു. 2020 നിന്നും വിരമിച്ചിട്ടുണ്ട്, ഇൻ്റർനാഷണൽ 2020 നിന്ന് വിരമിച്ചിട്ടുണ്ട്. അതേപോലെ ഇനി വൺഡേയിലും ഇതിൽ IPL മാത്രമാണ്. വൺഡേയിലും കുറച്ച് നാൾ കൂടി ഉണ്ടാവും. IPL എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇനിയും വൈകുന്തോറും പ്രശ്നങ്ങളാണ്, നല്ല ടീമുകൾ വരും, അപ്പോൾ ചാൻസുകൾ കുറഞ്ഞിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എത്തിയിട്ടുണ്ട്, ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഒരു കളി കൂടി മതി, അത് ആത്മാർത്ഥമായിട്ട് കളിച്ച് കഴിഞ്ഞാൽ വിരാട് കോഹ്ലിക്ക് കപ്പുമായിട്ട് മടങ്ങാം. അല്ലെങ്കിൽ വിരാട് കോഹ്ലിക്ക് കപ്പ് എന്ന് പറഞ്ഞ ഒരു പൊൻതൂവലും കൂടി പുള്ളിയുടെ നെറ്റിയിലേക്ക് കിട്ടും. അപ്പോൾ അത് എല്ലാ ആൾക്കാരും, ക്രിക്കറ്റ് ഫാൻസ് എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈവൻ RCBയുടെ ഫാൻസ് അല്ലാത്ത ആൾക്കാർ പോലും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി മുൻതൂക്കം കാലത്തിൻ്റെ കാവ്യനീതി കോഹ്ലിക്ക് കിട്ടണം എന്നുള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം അത്രയും പുള്ളി ആ ടീമിന് വേണ്ടി നിന്നിട്ടുണ്ട്. മഹാന്മാരായ ഒത്തിരി 2020 കളിക്കാരൊക്കെ വന്നു പോയൊരു ടീമും കൂടിയാണ്. അന്ന് പോലും അതിന് കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം അത് ചാൻസ് വന്നിട്ടുണ്ട്, കിട്ടട്ടെ. രണ്ടുപേർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. രണ്ടുപേർക്ക് കിട്ടിയാലും നല്ലൊരു പുതിയ ചരിത്രം തന്നെയാണ്. രണ്ട് ടീമും ഇതുവരെയായിട്ടും കപ്പെടുക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇത്ര നാളത്തെ ഒരു ചരിത്രം മാറി മറിയുവാണ്. ആരെടുത്താലും ഈവൻ സമനിലയായാൽ പോലും ഒരു പുതിയ ടീമിന് ആണ് ഇപ്രാവശ്യം കിട്ടാൻ പോകുന്നത്. അത് വലിയ കാര്യം തന്നെയാണ്. നാളെയാണ് ഫൈനലി. എന്തായാലും കിട്ടട്ടെ, ഒത്തിരി സന്തോഷം. ഓക്കെ. അതായത് ശ്രേയസ് അയ്യർ നല്ല ഫോമിലാണ്. ശ്രേയസിൻ്റെ ക്യാപ്റ്റൻസി അടിപൊളി ക്യാപ്റ്റൻസി തന്നെയാണ്. ജയിക്കുമെന്ന് പ്രതീക്ഷ ഒട്ടുമില്ലാന്നല്ല, എങ്കിലും നല്ല ചാൻസ് മുംബൈക്ക് തന്നെയായിരുന്നു. പക്ഷേ അവരടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ശ്രേയസ് അയ്യറിൻ്റെ ആ നല്ല കോൺഫിഡൻസ്. ശ്രേയസ് അയ്യർ ഒരിക്കൽ തഴഞ്ഞു പോയിട്ട് കയറി വന്നൊരു കളിക്കാരൻ. പരിക്ക് പറ്റി ആ സ്ഥാനത്ത് ഋഷഭ് പന്തിനെ ക്യാപ്റ്റനാക്കി ഡൽഹിയാണ് തോന്നുന്നത്. ഡൽഹി ക്യാപ്റ്റനാക്കി അന്ന് തുടങ്ങി പുള്ളിയുടെ ഉള്ളിലുള്ള ഒരു തീയാണ്. ആ തീ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രേയസ് അയ്യർ. അതുവരെയുള്ള ശ്രേയസ് അയ്യരും അതിനുശേഷം വന്ന ശ്രേയസ് അയ്യരുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. സംസാരങ്ങൾ കുറവാണ് ശ്രേയസ് അയ്യറിന്, ഇപ്പോൾ പ്രവൃത്തി മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്.